ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ സ്ഥാനം അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപ് പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ചെങ്കിലും വിവാദം തുടരുകയാണ്. നിയമനത്തിൽ എന്ന പോലെ രാജിയിലുമുള്ള ദുരൂഹതയാണ് പ്രശ്നം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതിയെ പരസ്യമായി ന്യായീകരിച്ചിരുന്ന അഭിഭാഷകനാണ് പ്രദീപ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സുപ്രധാന കേസ് ഫയലുകൾ എല്ലാം പരിശോധിച്ച ശേഷമായിരുന്നു രാജി എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിനെ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ സ്ഥാനത്ത് നിന്നും മാറ്റിയെന്നാണ് ദേവസ്വം മന്ത്രി കെ. മുരളീധരന്റെ വിശദീകരണം. എന്നാൽ പ്രദീപിന്റെ ഈ അയോഗ്യത നിയമിക്കുന്നതിന് മുമ്പ് സർക്കാരിന് അറിയില്ലായിരുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. ശബരിമലയിലെ സ്വർണം കട്ട സ്ഥാപനത്തിന്റെ കേവലം അഭിഭാഷകൻ മാത്രമായിരുന്നില്ല പ്രദീപ്. മാധ്യമങ്ങളിലടക്കം വാദിച്ച് വക്താവിന്റെ റോളിലായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിച്ച ആളായിരുന്നു ഈ അഭിഭാഷകൻ എന്നത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. അതിനകത്തൊന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല. ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് പ്യുവർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. ഒന്നും തന്നെ പ്ലേറ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു പ്രദീപിന്റെ നിയമനമെന്ന് ദേവസ്വം മന്ത്രി കെ. മുരളീധരന്റെ ആദ്യ ദിവസത്തെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി വിഷയം കൊണ്ടുവന്ന് അംഗീകാരം നേടുകയായിരുന്നു. മന്ത്രിസഭാ തീരുമാനം വന്നു മണിക്കൂറുകൾക്കകം പ്രദീപ് ചുമതലയേൽക്കുകയും ചെയ്തു. ചുമതലയേറ്റതിനു പിന്നാലെ ഹൈക്കോടതിയിലെ മുഴുവൻ ദേവസ്വം കേസുകളുടെ ഫയലുകളിലും സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആക്സസ് ലഭിച്ചു. ഈ ഫയലുകളെല്ലാം പരിശോധിച്ച ശേഷമായിരുന്നു രാജി നൽകിയത്. ഇതാണ് വിവാദത്തിന് കാരണം. കേവലം രാജി കൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമല്ലെന്ന് മുൻ നിയമമന്ത്രി പി. രാജീവ് ചൂണ്ടിക്കാട്ടി. ചാർജ് എടുത്ത സ്ഥിതിക്ക് എല്ലാ ഫയലുകളും വക്കീലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ചാർജ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ഫയലുകളും ചാർജ് എടുത്ത് വക്കീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വക്കീലിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള രാജിയാണോ? എല്ലാ ഫയലുകളും പരിശോധിക്കാനുള്ള സന്ദർഭം ഉപയോഗിച്ചതിന് ശേഷമുള്ള രാജിയാണോ എന്ന് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ അഭിഭാഷകൻ പരസ്യമായി മാധ്യമങ്ങളുടെ മുൻപിൽ ഇത്തരം കാര്യങ്ങളിൽ കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ആ കമ്പനിയുടെ വാദമുഖങ്ങൾ നിരത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. ചുരുക്കത്തിൽ രാജി കൊണ്ട് തീരുന്നതല്ല പ്രശ്നം. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ചുമതലയേറ്റ ശേഷം അഡ്വക്കേറ്റ് പ്രദീപ് പരിശോധിച്ച ഫയലുകൾ ഏതൊക്കെ എന്നാണ് ഇനി അറിയേണ്ടത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.